നല്ല ഹലാലായ ദീൻ അനുവദിച്ച നല്ല യാത്രകൾ പോകണം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യുന്നതിന്റെ പ്രതിഫലം അതാ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, 4 കാര്യം നീ ചെയ്യാതെ നീ ഉറങ്ങരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി മഹദി അവറുകളോട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, 4 കാര്യം ചെയ്യാതെ നീ ഉറങ്ങരുത്. പാവിരിക്കാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് എത്ര കാര്യം ചെയ്യണം? 4 കാര്യം ചെയ്യണം. ഐഷ ബീവി റളിയല്ലാഹു അൻഹ ചെവി കൂർത്തു വെച്ചു. ചെവി വളരെയേറെ സാബൂതം ശ്രദ്ധ ചുരുത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി നീ ഓതണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ ദിവസവും ഖത്മ് ആക്കണം. ഖുർആൻ ഖത്മാക്കാതെ നീ ഉറങ്ങാൻ പാടില്ല. രണ്ടാമത്തത് ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് എല്ലാ അംബിയ മുർസലീങ്ങളുടെയും പൊരുത്തം നീ വാങ്ങാതെ നീ ഉറങ്ങരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ വാദിന്റെ എല്ലാ അവസാനത്തിനും ജീവിതത്തിലെ അമലിന് മുതൽക്കൂട്ടാകുന്ന ഒരു വിഷയം പറയാനുണ്ട്. അതാണ് ഈ പറയുന്നത്. വളരെയേറെ ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാഹു വലിയ മാറ്റത്തിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരുപാട് കേൾക്കുക എന്നതുള്ളതല്ല, കുറഞ്ഞത് കേൾക്കുക, ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം നീ വാങ്ങിയിട്ടേ ഉറങ്ങാകുള്ളൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി. നാലാമത്തത് ഹജ്ജും ഉംറയും ഡെയിലി നീ നിർവഹിക്കാതെ ഉറങ്ങരുത് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാകുന്നുണ്ട്? 4 കാര്യം വളരെ എളുപ്പമുള്ള 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആലോചിക്കാണ്, തലമുവിനെ ചെന്തപ്പി നബി പറഞ്ഞത് 4 കാര്യവും അസംഭവമാണല്ലോ. ഡെയിലി ഖുർആൻ മുഴുവൻ തീരണം. അങ്ങനെ തീർത്ത മഹത്തുക്കളുണ്ട്. ഷാഫി ഇമാം അത്തരത്തിലാണ്. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്മ് ഓതുമായിരുന്നു. റമളാനാകുമ്പോ ഡെയിലി 2 ഖത്ം തീർക്കും. 2 ഖത്ം. ഓർത്തു നോക്കിയേ അവരുടെയൊക്കെ സംഭവം എന്താണ്. അപ്പൊ ബാക്കിയുള്ള ചെയ്യില്ല, ബാക്കി എല്ലാ പരിപാടിയും ചെയ്യും. ചിന്തിച്ചു നോക്കിയ ഡെയിലി അവരുടെയുള്ള കറാമത്താണത്. അവരുടെ കറാമത്താണ്. അവരുടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും ഒരു ഖത്ം തീർക്കുക, എല്ലാ അംബിയ മുർസലീങ്ങളുടെയും പൊരുത്തം വാങ്ങുക, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങുക, ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിക്കുക. 4 കാര്യം. ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹ് ഇതെന്താ ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോൾ നബി തങ്ങൾ വീട്ടിലാണ്. നബി തങ്ങൾ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. ഈ വിഷയം പറഞ്ഞിട്ട് നബി സുന്നത്ത് നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഈ 4 കാര്യവും എങ്ങനെയാണ് സാധിക്കുക? നബി തങ്ങൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വളരെ ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയുണ്ടല്ലോ, കമ്പ്യൂട്ടറിലെ ഷോർട്ട് കട്ട്, മൊബൈൽ ഫോണിലെ ഷോർട്ട് കട്ട്. ഇപ്പൊ മൊത്തത്തിൽ ഷോർട്ട് കട്ടിന്റെ രംഗമാണ്. ഒരു വഴി നമ്മളിപ്പോ ഇവിടുന്ന് തന്നെ എന്റെ നാട്ടിലേക്ക് അടിച്ചു നോക്കുമ്പോഴത്തേക്കും 10ഉം 15ഉം വഴികൾ കാണിച്ചു തരും. കോട്ടയം ജില്ലയിലേക്ക് പോകാനുള്ള വഴികൾ ഇവിടുന്ന് കാണിച്ചു തരും. ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോയാൽ വല്ലുമ്മാടെ പറമ്പ് വഴി പോകാം, ഇങ്ങനെ പോയാൽ ചാത്താന്റെ പറമ്പ് വഴി പോകാം. ഇങ്ങനെ എല്ലാ വഴിയും കാണിച്ചു തരും. കാറ് പോകാൻ പറ്റുന്ന വഴിയാണെങ്കിൽ, സ്കൂട്ടറാണെങ്കിൽ അങ്ങനെ കാണിച്ചു തരും. അല്ലേ? എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ടിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കാണ് 4 കാര്യത്തിനും. ഇതാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്. ഇതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇനിയുള്ള നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഇത് ചിന്തിക്കണം. ഉസ്താദ് പറഞ്ഞ ഈ വിഷയം മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ദീൻ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങളൊക്കെ വേണം. നമസ്കാരം വേണം, ഇബാദത്തുകൾ, അല്ലാതെ നിസ്കരിക്കാതെ രാത്രി ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യവും പ്രയോജനമില്ല. ഇത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കഴിവില്ലാത്ത പട്ടിണി പാവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും. അവരും ഹജ്ജും ഉംറയും നിർവഹിച്ച സഹോദരങ്ങൾ ഉൾപ്പെടെ അമൽ ചെയ്തോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് ഈ പറയുന്നത്? 1, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു സൂറത്ത് എത്ര പ്രാവശ്യം ഓതുക? 3 പ്രാവശ്യം ഓതുക. കാരണം ഖുർആനിലെ 3-1 ഒരു സൂറത്തുൽ ഇഖ്ലാസ്. അത് പരിപൂർണമായി പൂർത്തീകരിക്കാൻ സാധിക്കും 3 പ്രാവശ്യം നീ ഓതിയാൽ. ഖുർആൻ ഖത്മ് തീർത്തതിന്റെ ഒരു പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്ന് പറഞ്ഞ ആരെങ്കിലും ഹത്തോത ഏൽപ്പിച്ച 3 ഓതിയിട്ട് പൈസ വാങ്ങി പോക്കറ്റിടാനല്ല. അത് വേറെ, ഇത് 2ഉം 2ആണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഡെയിലി അമൽ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട്. ഖുർആൻ നമ്മൾ ഓതണം, അതോടൊപ്പം തന്നെ ഇത് നമ്മൾ അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തേത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു,
എല്ലാ അംബിയ മുർസലീങ്ങളുടെയും പൊരുത്തമല്ലേ വേണ്ടത്? അതിനൊരൊറ്റ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ചൊല്ലിക്കുക എല്ലാവരും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. എല്ലാ അംബിയ മുർസലീങ്ങളുടെ മേലും ആ പൊരുത്തം നിനക്ക് കിട്ടും ഈ സ്വലാത്ത് ചൊല്ലിയാലെന്ന് ഹബീബ് റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളുടെ മുഴുവൻ ആളുകളെ പൊരുത്തം, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം അതെങ്ങനെ സമ്പാദിക്കുക? ഒരൊറ്റ ദുആ. നമ്മളൊക്കെ ജുമായിൽ പുരുഷന്മാരെ കേട്ടുപഠിച്ചതാണ്. ഒരുപക്ഷെ സ്ത്രീകൾക്ക് അതറിയാത്തുള്ളൂ. എന്ത്? അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, നീ വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, പുറത്തു കൊടുക്കണേ അല്ലാ. ഇതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ഒരൊറ്റ ദുആയോടുകൂടി ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം നിങ്ങൾക്ക് കിട്ടും. നാലാമത്തത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം ഡെയിലി കിട്ടും, ഡെയിലി കിട്ടും. ആരാണിത് പറയുന്നത്? ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ വെറും കളിതമാശയാണെങ്കിൽ നബി തങ്ങൾ ഒരിക്കലും തന്റെ വിലപ്പെട്ട സമയം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിർദ്ദേശം കൊടുക്കുമല്ലോ. ഇതൊരു തമാശയായി നമ്മൾ കാണരുത്. ഇതൊക്കെ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്താൽ അത് വലിയൊരു വിഷയം. നമുക്ക് വായിക്കൊള്ളാത്ത കുറെ വാക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് നല്ല ദിക്റാണല്ലോ ഉസ്താദെ, അതൊരു പെത്രോട്ടം ചെല്ലണം ഉസ്താദെ എന്ന് പറയും. ഞാൻ വെറുതെ പറയാനല്ല, നമ്മുടെ സമുദായത്തിന് പറ്റിയ, പ്രത്യേകിച്ച് സുന്നികൾക്ക് പറ്റിയ ഒരു തെറ്റതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലടാന്ന് ഉസ്താദ് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പൊന്നു ഉസ്താദ് നമ്മൾ ഡെയിലി 40,000 എണ്ണം ചെല്ലുന്നുണ്ട്, ഉസ്താദ് എത്ര ചെല്ലും ഉസ്താദേ എന്ന് ചോദിക്കും. അതാണ് ആളുകൾ. സലാത്ത് നീ എന്നാ ചെല്ലടാ, ഇജാസത്ത് കൊടുക്കാണ്, അനുവാദം കൊടുക്കാണ്, നീ താജ് സലാത്ത് ഇല്ല, ഞാൻ നാരി സലാത്ത് നീ ചെല്ലെന്ന് പറയുമ്പോൾ പറയും, ഞാൻ ഈ 2387 ഞാൻ ഇപ്പോൾ ചെല്ലി തീർന്നിട്ടുണ്ട്, ഉസ്താദ് എത്ര വെച്ച് ചെല്ലും ഉസ്താദേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമാകുന്ന ദിക്റുകളൊക്കെ നമ്മളങ്ങാണ്ട് ഭയങ്കര സംഭവമാക്കി എന്നുള്ളൊരു ധാരണയാണ്. അതൊക്കെ നിസാരവൽക്കരിച്ചു. ജീവിതത്തിൽ അർത്ഥം അറിയാത്ത ഒരു അറബി വാക്കും കൂടെ കേട്ടാൽ നമുക്ക് ഭയങ്കര സംഭവമായിരിക്കും. നമുക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം അതാണ്. അതുകൊണ്ടാണ് പലരും ദിക്റ് ചോദിക്കാൻ വരുന്ന ഉസ്താദന്മാർക്ക് അറിയാതെ അവർക്ക് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരിന്ന ദിക്റ് പറഞ്ഞു കൊടുത്താൽ അത് ചെല്ലൂല. കാരണം അത് ഞാൻ ചെല്ലി ഒരുപാട് നോക്കിയത് ഉസ്താദ്, അതുകൊണ്ടൊന്നും രക്ഷയില്ല. ഈ സംഭവം അത് ആ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, ആ സയ്യിദിന്റെ കയ്യിൽ നിന്ന്, ആ കാദിയാരുടെ കയ്യിൽ നിന്ന്, ആ സദർ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, ആ മുത്താലിമിന്റെ കയ്യിൽ നിന്ന്, ആ വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു ഇജാസത്ത് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് വേറെയാണ്, അത് വേറെ ഒരു പരമ്പരയാണ്, ഒരു സനതാണ്. അവിടുന്ന് കിട്ടുമ്പോൾ നിനക്കത് വേറെ രക്ഷയാണ്. അതാണ് മനസ്സിലാക്കേണ്ട. മറ്റേ നീ സനദില്ലാതിരുന്ന് എണ്ണിക്കൊണ്ടിരുന്നു അല്ല പ്രയോജനമുണ്ടോ? ഇത് കിട്ടേണ്ടവരുടെ അടുക്കൽ നിന്ന് കിട്ടിയപ്പോ അത് നീ ചെല്ല്, അതിന് വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഈ ദിക്റൊന്നും നമ്മൾ ഒരിക്കലും എന്താക്കരുത്, നിസാരവൽക്കരിക്കരുത്. ഇതൊക്കെ വലിയ അമലാണ്. കാരണം ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആരും അറിയാതെ ഒരു പാതിരാത്രിയിൽ നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്റെ ചെവിക്കുള്ളിൽ കാതിൽ മന്ത്രിച്ചു കൊടുത്തതാകുന്ന ദിക്റുകളാണിത്. ആ ഭാര്യ ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. അവരുടെ പേരാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആ ഭർത്താവ് ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ട വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ ഈ ദിക്റിന്റെ വലിപ്പം വലിയ മഹാത്മ്യമാണ്. ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിക്കണം. അതിനെന്താ പറഞ്ഞു കൊടുത്ത ദിക്റെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. ഇത് പെരുന്നാൾ നിസ്കാരത്തിൽ ഓരോ തക്ബീറിന്റെ ഇടയിലും 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറിന്റെ ഇടയിലും നമ്മൾ ചെല്ലി ശീലിച്ചിട്ടുണ്ട്, സഹോദര സഹോദരിമാരുൾപ്പെടെ. അതുപോലെ തസ്ബീഹ് റമദാനിൽ നിസ്കരിച്ചിട്ടുള്ളവർ അല്ലാത്തപ്പോൾ തസ്ബീഹ് നിസ്കരിച്ചതാകുന്ന സഹോദര സഹോദരിമാരും ഇത് പരിചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ നമുക്കറിയാം. അപ്പൊ 4 കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. പലർക്കും ചിലപ്പം ഓർമ്മ നിൽക്കൂല, അതുകൊണ്ടാണ്. ഒന്നാമത്തത് എന്ത്? ഖുർആൻ മുഴുവൻ ഓതുക. എന്താണ് ചെയ്യേണ്ടത്? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം. ഇതൊക്കെ ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ 3 കൊല്ലുവന്ന എന്ത് പെട്ടെന്ന് കഴിയും, വളരെ പെട്ടെന്ന് കഴിയാമെന്ന് അതേ പറയാം. 1 മിനിറ്റ് കൊണ്ട് മുഴുവൻ കഴിയും. രണ്ടാമത്തത് ഒരൊറ്റ സലാത്ത്, എല്ലാ അംബിയ മുർസലീങ്ങളുടെയും പൊരുത്തം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. മൂന്നാമത്തത് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതിലൂടെ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും പൊരുത്തം കിട്ടാൻ. നാലാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി
വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ദിക്ർ ചൊല്ലിയാൽ ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരങ്ങളെ ചിട്ടവെച്ച വ്യക്തികളുണ്ടോ? റമദാനിലെ നോമ്പുകൾ പിടിച്ചു വീട്ടിയ വ്യക്തികളുണ്ടോ? പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ സക്കാത്തുകൾ കൊടുത്തു വീട്ടിയവരുണ്ടോ? നിരാലംബര കവലംബമായവരുണ്ടോ? കുടുംബബന്ധം പരിപൂർണമായി ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതായ ഏതൊരു സാലിഹായ മനുഷ്യനുണ്ടോ? ഏതൊരു സാലിഹത്തായ ഉമ്മയുണ്ടോ? ഉലൈക ലഹും ഉഖബദ്ദാർ, ഉലൈക ലഹും ഉഖബദ്ദാർ. അവർക്കുള്ളതാകുന്ന വാസസ്ഥലം ഏറ്റവും മനോഹരമാണ്, മനോഹരമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനോഹരമായ സ്വർഗ്ഗം അല്ലാഹു സമ്മാനിക്കുന്നതാ. അവരോട് അല്ലാഹു പറയും, സന്തോഷത്തോടുകൂടി കടക്കണേ. ഖീല ദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അല്ലാഹു അതാ മലക്കുകൾ മുഖേന സലാം പറഞ്ഞുകൊണ്ട് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശീർവദിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയാണ്. സലാം.